വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് നല്ലൊരു ഇന്ത്യൻ സ്വീറ്റാണ് റസ്മലൈ. റസ്മലൈ ഇന്ന് ഞാൻ കാണിക്കുന്നത് പാൽപ്പൊടിയും എഗ് വൈറ്റും ഒക്കെ വെച്ചിട്ടുള്ളൊരു വേർഷനാണ്. കണ്ടു നോക്കാം. അപ്പോൾ റസ്മലൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് കുറച്ച് പാൽപ്പൊടി എടുക്കാം. ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് 1/2 കപ്പ് പാൽപ്പൊടിയാണ്. 80 ഗ്രാം വരും. ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള ഏലക്കാപ്പൊടി. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഏലക്കാപ്പൊടിയും ബേക്കിംഗ് പൗഡറും പാൽപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് എഗ് വൈറ്റാണ്. ഒരു മുട്ടയുടെ വെള്ള. അതൊന്ന് ലൈറ്റായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത ശേഷം ഇതിനകത്ത് നനയാനും മാത്രം ഇതിനകത്തേക്ക് ഒഴിക്കുക. ഒരുപാട് കൂടിപ്പോയല്ല. മിക്സ് ചെയ്യുക. നമുക്ക് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എഗ് വൈറ്റ് ആവശ്യം. അപ്പോൾ ഇത് മതിയാവും. ഇതെല്ലാം കൂടെ ഒരു ഡോ ആക്കുക. ഡോ ആക്കിയ ശേഷം ഇത് ഒരു 7 ബോളായിട്ട് ഡിവൈഡ് ചെയ്യാം. വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. റെസ്റ്റ് ചെയ്യണം നിർബന്ധമില്ല. ഒരു 7ഓ 8ഓ, ചെറുതാണെങ്കിൽ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതെല്ലാം ഡബിൾ സൈസാണ്. അപ്പോൾ അത് കണക്കാക്കി വേണം ബോൾ എടുക്കാൻ. അപ്പോൾ ഇവിടെ 7ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഒത്തിരി സ്റ്റിക്കി ആണെങ്കിൽ കയ്യിൽ ഇച്ചിരി നെയ്യ് തൂത്തിട്ട് വേണേലും ഇതേപോലെ റോൾ ചെയ്യാം. നമ്മളിവിടെ ഷേപ്പ് ചെയ്തെടുത്തു. അടുത്തായിട്ട് റബ്ഡി ഉണ്ടാക്കാം. റബ്ഡി ഉണ്ടാക്കാനായിട്ട് 1/2 ലിറ്റർ പാൽ. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഷുഗർ ഇട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട് ബോയിൽ ചെയ്യാൻ തുടങ്ങി. ഇതിലേക്ക് ഇത് ഓപ്ഷനിലാണ്. സാഫ്രൺ നിർബന്ധമില്ല. സാഫ്രൺ കയ്യിലില്ല എങ്കിൽ ജസ്റ്റ് ഒമിറ്റ് ചെയ്യുക. സാഫ്രൺ നല്ലൊരു നുള്ള കുങ്കുമപ്പൂ, ഒരു നിറവും ചെറിയൊരു ഫ്ലേവറും ഒക്കെ കിട്ടും. സാഫ്രൺ ഇട്ട് കുറച്ച് നേരം തിളയ്ക്കണം. തിളച്ച ശേഷം ഇതിലേക്ക് കുറച്ച് പിസ്തയെ ചോപ്പ് ചെയ്തതാണ്. പിസ്ത, ആമണ്ട്സ്, കാഷ്നട്ട് ഇതെല്ലാം കൂടെ ഒരു ടേബിൾ സ്പൂണേ ഉള്ളൂ. എല്ലാം കുറേശ്ശെ ആഡ് ചെയ്യുക. പിസ്തായും ബദാമും ഇച്ചിരി ബോയിലിംഗ് വാട്ടറിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തൊലി ഇളകി വരും. അത് കഴിഞ്ഞ് ചോപ്പ് ചെയ്താൽ നല്ല കളർ കിട്ടും. അങ്ങനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഈ ബോൾസ് ഇടാം. റസ്മലൈ ഇട്ട് കഴിഞ്ഞ് ഇത് ഡബിൾ സൈസ് ആവണം. ഡബിൾ സൈസ് ആകുന്ന വരെ നമ്മൾ കുക്ക് ചെയ്യണം. ലോ ഫ്ലെയിമിലിടുക. ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ഈ റസ്മലൈൻ്റെ സൈസ് ഡബിൾ ആകുന്ന വരെ ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുക്കായില്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പം നടുഭാവം വേവാത്ത പോലെ ഒരു പച്ചച്ചവ് വരും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കണമെങ്കിൽ നന്നായിട്ട് കുക്കാവണം. ഡബിൾ സൈസ് ആവണം. അതുവരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം തന്നെ ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കളറും ചെറുതായിട്ട് കുങ്കുമപ്പൂ ചേർത്തുകൊണ്ടാണ് ചെറിയൊരു യെല്ലോ ടിൻറ്റും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡബിൾ സൈസോളം ആയി. ഞാൻ ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഏലക്കാപ്പൊടി ഫ്ലേവേഴ്സ് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ റോസ് വാട്ടറോടെ ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്യുക. ഇത് ചില്ല് ചെയ്ത് സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പം സെർവിങ് ബോളിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഒരു നുള്ളു ഉപ്പൂടി ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും നല്ലതാണ്. ഇത്തിരി മധുരമുള്ള സാധനങ്ങൾക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ട്.
ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതിൻ്റെ സൈസ് കണ്ടോ, അത് എന്ത് ചെറുതായിരുന്നു. കുറച്ച് പാലും കുറച്ച് പാൽപ്പൊടിയും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആർക്കും ഈ ഒരു റസ്മലൈ ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ആവശ്യമുള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്തത്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.